കേരളത്തിൽ വലതുപക്ഷത്തിനൊരു പ്രിവിലേജ് ഉണ്ട്. വലതുപക്ഷത്തിനൊരു പ്രിവിലേജ്. ഇടതുപക്ഷത്തിന് വളരെ സൂക്ഷ്മമായ ഒരു പെശകെങ്കിലും പറ്റിയാൽ അത് പൊറുക്കാൻ പാടില്ല എന്നാണ് പൊതുവെ നമ്മുടെ സമൂഹം കരുതുന്നത്. ഞാൻ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. അതൊരു പക്ഷേ ഇടതുപക്ഷത്തിൽ അർപ്പിക്കുന്ന വിശ്വാസം കൊണ്ടുകൂടിയാവും. ഇടതുപക്ഷത്തിനുള്ളൊരു പ്രതീക്ഷ കൊണ്ടായിരിക്കും. നേരിയ ഒരു പെശക് പോലും സംഭവിക്കരുത് ഇടതുപക്ഷത്തിന് എന്നത് ഇടതുപക്ഷത്തോടുള്ള പൂർവ്വം വിശ്വാസവും കൊണ്ടായിരിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും വലതുപക്ഷത്തിന് വലിയൊരു പ്രിവിലേജ് കിട്ടാറുണ്ട്. ഇപ്പൊ കോൺഗ്രസിന്റെ അഴിമതി എന്നൊക്കെ പറഞ്ഞ ആളുകൾ പെട്ടെന്ന് പ്രതികരിക്കുക, കോൺഗ്രസിൽ അതൊക്കെ കുറച്ചുണ്ടാവും, അതൊരു വകവെച്ചു കൊടുത്ത പോലെ. മറിച്ച് അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പൊ ഞാൻ കരുതുന്നത് ഇടതുപക്ഷത്തിനൊരു നേരിയ പെശക് പോലും പറ്റരുത് എന്ന് നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നെങ്കിൽ ആഗ്രഹത്തെ മാനിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ അതിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. വലതുപക്ഷത്തിന് പക്ഷേ പലപ്പോഴും ഈ പ്രിവിലേജ് കിട്ടാറുണ്ട്. ആ പ്രിവിലേജ് എത്രത്തോളം ആകാം എന്നത് സമൂഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് വലതുപക്ഷത്തെ സമ്പൂർണമായും ജനവിരുദ്ധമാക്കുന്നതിലേക്ക് നയിക്കുന്നത്ര പ്രിവിലേജ് കൊടുത്താൽ അത് നമ്മുടെ സമൂഹത്തിന് ഗുണമായിരിക്കില്ല. അതാണ് നിങ്ങൾ ഈ പറഞ്ഞത്. ഇപ്പോ ദീർഘകാലം വിദ്യാഭ്യാസ കാലം മുതൽ സമരസംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് പടിപടിയായി രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങളിലേക്ക് കടന്നു വന്ന ഒരാളെ പോലും അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധങ്ങളുടെ പേരിൽ ആക്ഷേപിക്കുന്നതിനാണ് കഴിഞ്ഞ 5 കൊല്ലം നമ്മൾ സാക്ഷ്യം വഹിച്ചത്. എത്ര ഹീനമായ ആക്ഷേപങ്ങളാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നേരെ ഉണ്ടായത്. അപ്പോഴാണ് ഇപ്പോ മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ നല്ലൊരു പങ്ക് നിങ്ങൾ ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതൊക്കെ സമൂഹം ചർച്ച ചെയ്യട്ടെ. ഞാൻ അവരെ ഒന്നും ഏതെങ്കിലും തരത്തിൽ ആക്ഷേപിക്കാനോ ഞങ്ങളെ ആക്ഷേപിച്ചതുപോലെ തിരിച്ചു പറയാനോ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ കടന്നു വന്ന വഴി അങ്ങനെയൊക്കെ ആണെങ്കിലും അവർ മികച്ച നിലയിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ നല്ലത്, നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ ഈ പറഞ്ഞത് പ്രസക്തമാണ്. വലതുപക്ഷത്തിന്റെ പ്രിവിലേജ് നമ്മുടെ ജനാധിപത്യത്തെ ദുഷിപ്പിക്കുന്നതായി മാറാൻ പാടില്ല. അപ്പൊ അത്രമാത്രം പ്രിവിലേജ് വേണമെന്നുള്ളത് നമ്മുടെ സമൂഹം ചിന്തിക്കട്ടെ, ചർച്ച ചെയ്യട്ടെ. മാധ്യമങ്ങളും ആലോചിച്ചാൽ നല്ലതാണ് എന്ന അഭിപ്രായം എനിക്കുണ്ട്. ഓക്കെ.